Students, welcome back to my class. Today we are going to discuss about the topic what is mean by gestation. What is mean by gestation? Gestation is nothing but it is a period of development of an embryo or a fetus within the uterus of a mother's body is called gestation. ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ് അത് യൂട്രസിൻ്റെ ഉള്ളിൽ വളർന്ന് വന്നൊരു ഫുൾ ഡെവലപ്ഡ് ബേബി ആയിട്ട് മാറുന്ന ആ ഒരു ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു ഭ്രൂണം യൂട്രസിൻ്റെ ഉള്ളിൽ എത്ര സീരീസ് ഓഫ് ഇവൻസിലൂടെ കടന്നു പോയിട്ടാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ സ്റ്റേജിനെ നമ്മൾ പറയുന്നതാണ് ജസ്റ്റേഷൻ. ഇഫ് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് the gestational age or the period seems to be 280 days or 40 weeks. 40 വീക്കാണ് നമ്മൾ പൊതുവെ, അല്ലെങ്കിൽ 280 ദിവസമാണ് പൊതുവെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു വീക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ 37 മുതൽ 42 വീക്ക് വരെയാണ് ഒരു ഹ്യൂമൻ ഫുള്ളി ഡെവലപ്ഡ് ഹ്യൂമൻ എംബ്രിയോ അല്ലെങ്കിൽ ഹ്യൂമൻ ബേബി ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം. സോ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടെർമിനോളജീസ്, എംബ്രിയോ ആൻഡ് ഫീറ്റസ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എംബ്രിയോ ആൻഡ് ഫീറ്റസ്? എംബ്രിയോ മീൻസ് ഇറ്റ് ഇസ് എ ടേം ജനറലി യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഡെവലപ്പിംഗ് ഓഫ് സ്പ്രിങ്സ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 8 വീക്ക്. ആദ്യത്തെ 8 ആഴ്ചയോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സൈഗോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഓസ്പ്രിങ്ങിനെ നമ്മൾ എംബ്രിയോ എന്നും, അതിനുശേഷം 8 വീക്ക് മുതൽക്ക് 2 മാസത്തിനുള്ളിൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2 മാസം വരെയുള്ള 8 വീക്ക് മുതൽക്ക് 2 മാസം വരെയുള്ള ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് ഓസ്പ്രിങ്ങിനെ നമ്മൾ ഫീറ്റസ് എന്നുമാണ് പറയുന്നത്. സോ സൈഗോട്ടിൽ നിന്ന് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്? എംബ്രിയോയും, അതിനുശേഷം പിന്നെ എംബ്രിയോ ഫീറ്റസ് എന്ന ഒരു പേരിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഹൗ ക്യാൻ ബി ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ദ എംബ്രിയോ? ഇപ്പം ഒരു എംബ്രിയോ നമ്മൾ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് വീക്കിലാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? It is generally determined by means of the last menstrual period of the mother, അല്ലെങ്കിൽ ക്യാരിയിങ് ആയിട്ടുള്ള വുമൻ്റെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡേ എന്നായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു എംബ്രിയോൻ്റെ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ the fetus generally lies within the sac which is formed by the amnion and chorionic membrane which is submerged in a fluid called liquor amni. നമ്മൾ കേട്ടിട്ടുണ്ട് amnion, chorion എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണത്? These are extra embryonic membranes. സോ ഈ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് കൊണ്ടുണ്ട്, എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആയ ആംനിയോണും കോറിയോണും രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടൊരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ സമയത്ത്? ജസ്റ്റേഷണൽ ഏജിൻ്റെ സമയത്ത്. അപ്പോൾ ഈ സാക്കിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ നമ്മൾ ലിക്വർ ആംനി പറയും. ഈ ഫ്ലൂയിഡിലാണ് എന്ത് കിടക്കുന്നത്? ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോ എന്ന് പറയുന്നത് കിടക്കുന്നത്. ഓക്കെ, സോ പ്രഗ്നൻസി വി ക്യാൻ കൺസിഡർ ആസ് ടു ബി അറ്റ് ടേം വെൻ ദ ജസ്റ്റേഷൻ അറ്റൈൻസ് 37 കംപ്ലീറ്റ് വീക്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 42. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയെ നമ്മളൊരു ടേം അല്ലെങ്കിൽ അറ്റ് ടേം അല്ലെങ്കിൽ ഷീസ് റെഡി ടു ഡെലിവർ ദ ബേബി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കറക്റ്റ് എപ്പോഴാണ്? 37 വീക്ക് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ 42 വീക്കിന് തൊട്ട് മുമ്പുള്ള ആഴ്ച. ഇത്രയും ഈ ഒരു ടേമാണ് കറക്റ്റായിട്ട് നമ്മൾ ഡെലിവറിയുടെ കറക്റ്റ് ടൈമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് കുറയുകയാണെങ്കിൽ, അതായത് 37 വീക്സിന് കുറയുകയാണെങ്കിൽ നമ്മൾ ആ ബേബിയെ പ്രിമച്വർ ബേബി എന്നും, അല്ലെങ്കിൽ 42 വീക്കിന് കൂടുതലായിട്ടാണ് ഡെലിവറി സംഭവിക്കുന്നതെങ്കിൽ നമ്മളതിനെ പോസ്റ്റ് ടൈം എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് എംബ്രിയോയും ഫീറ്റസ്. ദ ഫസ്റ്റ് പിക്ചർ റെപ്രസെൻറ്റ്സ് എംബ്രിയോ ആൻഡ് ദ സെക്കൻഡ് വൺ റെപ്രസെൻറ്റ്സ് fetus. Okay, then if the pregnancy exceeds 42 weeks the risk of complication for both the women and the fetus increases. 42 വീക്കിൽ കൂടുതലാകുകയാണെങ്കിൽ പ്രഗ്നൻസി ഈ വിമനാണെങ്കിലും അതുപോലെ ഫീറ്റസിനാണെങ്കിലും ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഈ ഒരു ജസ്റ്റേഷണൽ ഏജിനെ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി പീരീഡിനെ നമുക്ക് പൊതുവെ 3 ആയിട്ട് തരംതിരിക്കും, അല്ലെങ്കിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. The first stage is called the first trimester. This is called the first 12 weeks. ആദ്യത്തെ 12 വീക്കിനെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ 3 മാസം എന്നാണ് പറയുന്നത്.
ഈ ഒരു ടൈം ദ ഫീറ്റസ് വിൽ ബി 76 millimeter ലോങ് ആൻഡ് ഹാവിങ് 28 grams. 76 millimeter ലെങ്ത്തും അതുപോലെ 28 ഗ്രാമുമാണ് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്നത്. ദെൻ വിച്ച് ഇസ് ഫോളോഡ് ബൈ ദ സെക്കൻഡ് ട്രൈമിസ്റ്റർ വിച്ച് ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് അറൗണ്ട് 13 to 28 weeks. ഇത്രയും പീരീഡാണ് സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിലാണ് ഫീറ്റസ് ജനറലി അറ്റൈൻസ് ദ ഷേപ്പ് ഓഫ് എ ഹ്യൂമൻസ്. ഓക്കെ, ദെൻ ഫീറ്റസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ തേർഡ് ട്രൈമിസ്റ്റർ ഇസ് ജനറലി കോൾഡ് 28 to 42 weeks. In this particular time, the fetus attains a position in which the head will be directed into the neck of the vagina. തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് 3 മാസം. അപ്പോൾ അതായത് നമ്മൾ 9 മാസത്തിൻ്റെ അതായത് 7 മാസം 6 മാസം മുതൽ 9 മാസം വരെയുള്ള ടൈമാണ് നമ്മൾ തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ടൈമിൽ എന്താണ് ഈ ഫീറ്റസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് വെജൈനൽ നെക്കിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, 45 to 50 centimeter ലോങ് വെയിങ് ആൻഡ് 2800 to 3100 grams. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീറ്റസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളവും അതുപോലെ 2800 അതായത് 2 കിലോ 800 ഗ്രാംസ് അല്ലെങ്കിൽ 3 കിലോ 100 ഗ്രാംസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ ബേബിയുടെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 2750 ഗ്രാമാണ്. ഓക്കെ, സോ ഇതായിരിക്കും തേർഡ് ട്രൈമിസ്റ്ററിൽ ഉണ്ടാകുന്ന വെയിറ്റും അതുപോലെ ലെങ്ത്തും. സോ ദിസ് വിൽ ബി ദ നോർമൽ ബേബി. ഇതാണ് ഈ ഫീറ്റൽ ഗ്രോത്ത് 9 വീക്ക് മുതൽക്ക് 40 വീക്ക് വരെ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റൽ ചേഞ്ചുകളും അതുപോലെ സൈസിലും വെയിറ്റിലൊക്കെയുള്ള ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, സോ that's all about the gestational period. Okay, അല്ലെങ്കിൽ gestational എന്ന് പറയുന്നത്. So I hope you understood. If you have any doubt, please do in the comments.